പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ചില ദിവസങ്ങളിൽ നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും നമ്മുടെ മനസ്സിലും വീടിനുള്ളിലും ഒരു നെഗറ്റീവ് മൂഡ് വരാറില്ലേ? മനസ്സിന് ഒരു ഭാരവും വിഷമവും ഒക്കെ തോന്നും. എന്നാൽ നമ്മുടെ ചുറ്റുമുള്ള അന്തരീക്ഷത്തെ മാറ്റിമറിച്ച് അവിടെ പോസിറ്റീവ് എനർജിയും സമാധാനവും നിറയ്ക്കാൻ ബൈബിളിലെ ലളിതവും എന്നാൽ ശക്തവുമായ ചില വഴികൾ പറഞ്ഞിട്ടുണ്ട്. ഈ വചനങ്ങൾ വെറും പോസിറ്റീവ് ചിന്തകൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളാണ്. നിങ്ങളുടെ ജീവിതത്തിലും വീട്ടിലും പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ ബൈബിൾ നൽകുന്ന 4 പ്രധാന വഴികൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോവുകയാണ്. ആദ്യത്തെ വഴി കൃതജ്ഞത പറയുക എന്നതാണ്. പരാതികളും പരിഭവങ്ങളും ഉള്ളിടത്ത് നെഗറ്റീവ് എനർജി മാത്രമേ ഉണ്ടാകൂ. എന്നാൽ ഉള്ളതിനോട് നന്ദി പറയുമ്പോൾ അവിടെ സന്തോഷം നിറയും. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. നമുക്ക് ലഭിച്ച നന്മകൾക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മുടെ ചിന്താഗതി മാറും. നിങ്ങളുടെ ഓരോ ദിവസവും ഒരു ചെറിയ നന്ദി പ്രാർത്ഥനയോടെ ആരംഭിക്കൂ. മാറ്റം നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. രണ്ടാമത്തെ വഴി ദൈവത്തിന്റെ വചനം നിങ്ങളുടെ കാതുകളിലും ചിന്തകളിലും നിറയ്ക്കുക എന്നതാണ്. നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളാണ് നമ്മുടെ എനർജിയെ തീരുമാനിക്കുന്നത്. നെഗറ്റീവ് എനർജി വരണോ പോസിറ്റീവ് എനർജി വരണോ എന്ന് ഈ കാഴ്ചകളും കേൾവികളുമാണ് തീരുമാനിക്കുന്നത്. 119-ാം സങ്കീർത്തനം 105-ാം വാക്യം പറയുന്നു, നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. നമ്മുടെ വീട്ടിൽ നെഗറ്റിവിറ്റി അനുഭവപ്പെടുമ്പോൾ ബൈബിൾ ഉറക്കെ വായിക്കുകയോ അല്ലെങ്കിൽ മനോഹരമായ ക്രിസ്തീയ ഭക്തിഗാനങ്ങളും വചന പ്രഘോഷണങ്ങളും പശ്ചാത്തലത്തിൽ കേൾപ്പിക്കുകയോ ചെയ്യുക. ദൈവത്തിന്റെ വചനം മുഴങ്ങുന്നിടത്ത് യാതൊരു അന്ധകാരത്തിനും നിൽക്കാൻ കഴിയില്ല. അവിടെ പ്രകാശവും പോസിറ്റീവ് എനർജിയും നിറയും. മൂന്നാമത്തെ കാര്യം നമ്മുടെ ചിന്തകളെ ശുദ്ധീകരിക്കുക എന്നതാണ്. നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളാണ് നമ്മുടെ ചുറ്റുമുള്ള എനർജിയായി മാറുന്നത്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം പറയുന്നു, ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളു. മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റപ്പെടുത്തലുകൾ, അസൂയ അല്ലെങ്കിൽ ഭയം ഇവയൊക്കെ നമ്മുടെ മനസ്സിനെ അശുദ്ധമാക്കും. അതിനു പകരം സ്നേഹവും കരുണയും നിറഞ്ഞ നല്ല ചിന്തകൾക്ക് മനസ്സിൽ ഇടം നൽകുക. നാലാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ വഴി ക്ഷമിക്കുക എന്നുള്ളതാണ്. ആരോടെങ്കിലുമുള്ള പകയോ ദേഷ്യമോ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ചുറ്റും ഒരിക്കലും പോസിറ്റീവ് എനർജി ഉണ്ടാകില്ല. അത് നമ്മെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നശിപ്പിച്ചു കളയും. കൊലോസ്യ ലേഖനം 3:13 പറയുന്നു, അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവൻ. മനസ്സിൽ നിന്ന് ദേഷ്യവും വിദ്വേഷവും കളഞ്ഞ് എല്ലാവരോടും ക്ഷമിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരു വലിയ ഭാരം ഇറക്കി വെച്ച ഫീലിംഗ് ആയിരിക്കും നിങ്ങൾക്കുണ്ടാകുന്നത്. ആ സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലിയ പോസിറ്റീവ് എനർജി. പ്രിയ സഹോദരങ്ങളെ, പോസിറ്റീവ് എനർജി എന്നത് പുറത്തെവിടെയെങ്കിലും തിരയേണ്ട ഒന്നല്ല. അത് ദൈവത്തിൽ നിന്ന് നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ട ഒന്നാണ്. ഇന്ന് നമ്മൾ പറഞ്ഞ ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ. 1, കൃതജ്ഞതയുള്ളവരായിരിക്കുക അല്ലെങ്കിൽ നന്ദിയുള്ളവരായിരിക്കുക. 2, ദൈവത്തിന്റെ വചനം കേൾക്കുകയും വായിക്കുകയും ചെയ്യുക. 3, നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. 4, എല്ലാവരോടും ക്ഷമിക്കുക. തീർച്ചയായും നിങ്ങളുടെ മനസ്സിനും വീടിനും വലിയൊരു മാറ്റം അനുഭവപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ നല്ല വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.